നിങ്ങൾ ഈ ലോകത്ത് എത്രത്തോളം നല്ല മനസ്സുള്ള ആളാകുന്നുവോ അത്രത്തോളം ക്രൂരമായി ഈ സമൂഹം നിങ്ങളെ ചവിട്ടിമെതിക്കും. മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സ്വന്തം തോളിലേറ്റാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അവർ ആ നന്മയെ മുതലെടുത്ത് നിങ്ങളുടെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. കാട്ടിൽ നേരെ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് ആളുകൾ ആദ്യം വെട്ടിമാറ്റുന്നത്. എന്നാൽ വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവിടെ സുരക്ഷിതമായി തുടരുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ നല്ല മനസ്സ് എന്നത് ഒരു മികച്ച ഗുണമല്ല, മറിച്ച് നിങ്ങൾക്ക് തന്നെ വലിയൊരു അപകടമാണ്. ചുറ്റുമൊന്ന് നോക്കിയാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ജീവിതം ഉരുകിത്തീർക്കുന്ന ഒട്ടേറെ മനുഷ്യരെ കാണാൻ സാധിക്കും. അവർ എപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഓടി നടക്കുന്നു. എന്നാൽ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ബാക്കിയാകുന്നത് വലിയൊരു ശൂന്യതയും അശാന്തിയും മാത്രമാണ്. നിങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്ന നിങ്ങൾ എന്നെങ്കിലും നിങ്ങൾക്കായി ജീവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അമിതമായ ദയയും ക്ഷമയും ആളുകൾ കാണുന്നത് മഹത്വമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ബലഹീനതയായിട്ടാണ്. നിങ്ങൾ സഹായിക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, പകരം യാതൊരു ചിലവുമില്ലാതെ കിട്ടുന്ന ഒരു ഉപകരണം മാത്രമായി കാണുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും ക്രൂരമായ യാഥാർത്ഥ്യം. ആരും ഇത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയില്ലെങ്കിലും അവരുടെ ഓരോ പെരുമാറ്റത്തിലും ആ അവഗണനയും ചൂഷണവും വ്യക്തമായി അറിയാൻ കഴിയും. നിങ്ങളെ വേദനിപ്പിച്ച ആ മനുഷ്യരെക്കുറിച്ചൊന്ന് മനസ്സിൽ ഓർത്തു നോക്കൂ. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. സ്വന്തം ഉറക്കവും സമയവും മനസ്സമാധാനവും കളഞ്ഞാണ് നിങ്ങൾ അവർക്ക് വേണ്ടി നിലകൊണ്ടത്. എന്നാൽ പകരം അവർ നിങ്ങൾക്ക് തിരിച്ചു തന്നത് എന്താണ്? ആവശ്യമില്ലാത്തപ്പോൾ വലിച്ചെറിയുന്ന ഒരു രീതിയും നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കലുമാണ്. എന്നിട്ടും നിങ്ങൾ ഒന്നും മിണ്ടാതെ സഹിച്ചു. എന്നെങ്കിലും അവർ മാറുമെന്ന് സ്വയം പറഞ്ഞ് സമാധാനിച്ചു. എന്നാൽ ഒരിക്കലും മാറാൻ പോകുന്നത് അവരല്ല, തകർന്നു പോകാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ മാത്രം നിരന്തരം വേട്ടയാടുന്നത്? അതിനു പിന്നിൽ നിങ്ങൾ പോലും തിരിച്ചറിയാത്ത വലിയൊരു കെണിയുണ്ട്. ആ ചതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നു. ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ നന്മയെ സ്വന്തം സ്വാർത്ഥതയ്ക്കായി ചൂഷണം ചെയ്യാൻ ജന്മനാ കഴിവുള്ളവർ. ഒരു വേട്ടക്കാരന്റെ കൂർമ്മതയോടെ അവർ മനസ്സുകളെ നിരീക്ഷിക്കും. ഇല്ല എന്ന് പറയാൻ മടിക്കുന്നവരെ, ആരുടെ സങ്കടം കണ്ടാലും മനസ്സിലിയുന്നവരെ, പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്ന പാവം മനുഷ്യരെ അവർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയും. ആദ്യമൊക്കെ വലിയ സ്നേഹവും ബഹുമാനവും അഭിനയിച്ചായിരിക്കും അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരിക. നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ലെന്നും തന്റെ ജീവിതത്തിലെ വലിയൊരു ആശ്വാസമാണ് നിങ്ങളെന്നും പറഞ്ഞ് അവർ നിങ്ങളുടെ ഉള്ളിലെ നന്മയെ ഉണർത്തിയെടുക്കും. എന്നാൽ അത് സത്യസന്ധമായ സ്നേഹമല്ല, മറിച്ച് മധുരവാക്കുകൾ കൊണ്ട് നിങ്ങളെ വരിഞ്ഞുമുറുക്കാനുള്ള തന്ത്രമാണ്. ഈ വ്യാജമായ പുകഴ്ത്തലുകളിൽ നിങ്ങളുടെ മനസ്സ് വീണുപോകുമ്പോൾ പിന്നീട് അവർ എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ കടപ്പെട്ടവനായി മാറും. അവർ തന്ന ആ നല്ല പേര് നിലനിർത്താൻ സ്വന്തം ജീവിതം വരെ പണയം വയ്ക്കാൻ നിങ്ങൾ തയ്യാറാകും. ഒരിക്കൽ നിങ്ങൾ അവരെ സഹായിച്ചാൽ പിന്നീട് അത് അവരുടെ അവകാശമായി മാറും. അടുത്ത തവണ സഹായിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും. നീ പഴയതുപോലെയല്ല, ഒത്തിരി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാ കുറ്റവും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ആ കുറ്റബോധത്തിൽ നീറിപ്പുകയുന്ന നിങ്ങൾ വീണ്ടും അവരെ സന്തോഷിപ്പിക്കാൻ സ്വന്തം പരിധികൾ മറന്ന് പ്രവർത്തിക്കും. നിങ്ങളുടെ ഉള്ളിലെ അലിവും കരുണയും നിങ്ങൾക്ക് തന്നെ എതിരായ ആയുധമാക്കി മാറ്റുന്ന നിശബ്ദമായ വഞ്ചനയാണിത്. നിങ്ങൾ എത്രത്തോളം സഹിക്കുന്നുവോ അത്രത്തോളം അവരുടെ ആവശ്യങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയോ മാനസികാരോഗ്യമോ പൂർണ്ണമായി തകർന്നു പോകുമ്പോൾ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. അടുത്ത ഇരയെ തേടി അവർ മുന്നോട്ടു പോകും. മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ക്രൂരമായി പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്വാർത്ഥതയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. സുഖവും സന്തോഷവും എളുപ്പവഴികളും മാത്രം തേടുന്ന ജീവിയാണ് മനുഷ്യൻ. യാതൊരു കഷ്ടപ്പാടുകളുമില്ലാതെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ചെറിയ വഴി കിട്ടിയാൽ അതിൽ നിന്നും പിന്നോക്കം പോകാൻ ഈ ലോകത്ത് ആരും തയ്യാറാകില്ല. നിങ്ങളുടെ നന്മയും ആത്മാർത്ഥതയും ഒരു കണക്ക് പുസ്തകവുമില്ലാതെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹമുള്ള ഒരു മനുഷ്യനായി കാണുന്നതിന് പകരം തങ്ങളുടെ സ്വാർത്ഥ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു സൗകര്യമായി മാത്രം കാണാൻ തുടങ്ങും. സ്വന്തം മനസ്സ് തുറന്ന് സ്നേഹം മാത്രം നൽകുന്ന മനുഷ്യർ നേരിടേണ്ടി വരുന്ന നിശബ്ദമായ മാനസിക ചൂഷണങ്ങളുടെ കറുത്ത യാഥാർത്ഥ്യം ഇതാണ്. ചില മനുഷ്യരുടെ ഉള്ളിൽ എനിക്ക് എന്തും സ്വന്തമാക്കാൻ അവകാശമുണ്ട് എന്നൊരു വലിയ അഹംഭാവം എപ്പോഴും ഒളിഞ്ഞുകിടപ്പുണ്ടാകും. തങ്ങൾക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ സേവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇക്കൂട്ടർ അടിയുറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ അല്പം പോലും കൃതജ്ഞതയോ നന്ദിയോ കണ്ടെത്താൻ കഴിയുകയുമില്ല. അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ തന്നെ നൽകി എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചാലും അതൊക്കെ നിങ്ങളുടെ മാത്രം കടമയായിരുന്നു എന്ന് പറഞ്ഞു അവർ നിങ്ങളെ നിസ്സാരമായി തള്ളിപ്പറയും. അത്തരം മനുഷ്യർക്കായി നിങ്ങളുടെ മനസ്സിലെ നന്മ മുഴുവൻ പകർന്നു നൽകിയാലും അത് വറ്റിവരണ്ട മരുഭൂമിയിലെ മണലിലേക്ക് വെള്ളമൊഴിക്കുന്നതുപോലെ തികച്ചും നിഷ്ഫലമായി മാറും. മറ്റൊരു വിഭാഗം ആളുകൾ എപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ തങ്ങളിലേക്ക് മാത്രം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നവരും തങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇരകളെന്ന് വരുത്തി തീർക്കുന്നവരുമാണ്. ഈ ജീവിതത്തിലെ സകല സങ്കടങ്ങളും ദുരിതങ്ങളും തങ്ങൾക്ക് മാത്രമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വീഴ്ചയ്ക്കും കാരണം ചുറ്റുമുള്ളവരാണെന്ന് കുറ്റപ്പെടുത്തി
അവർ നിങ്ങളുടെ മനസ്സിലെ അനുകമ്പയെയും കാരുണ്യത്തെയും വിദഗ്ധമായി ചൂഷണം ചെയ്യും. അവരുടെ കറുത്ത വിഷമങ്ങളിൽ നിന്നും അവരെ കരകയറ്റാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെയും കൂടെ ആ വിഷാദത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴച്ച് നിങ്ങളുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും ഊർജവും പൂർണ്ണമായി ഊറ്റിയെടുക്കും. മറ്റുള്ളവരെ പൂർണ്ണമായി തന്റെ വരുതിയിൽ നിർത്താനും സ്വന്തം ആധിപത്യത്തിന് കീഴിൽ തളച്ചിടാനും ആഗ്രഹിക്കുന്ന തന്ത്രശാലികളായ ചില മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. സഹജീവികളെ സ്വന്തം വിരൽത്തുമ്പിൽ നിർത്തി കളിപ്പിക്കുന്നതിലാണ് അവർ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉള്ളിലെ നിഷ്കളങ്കതയും നന്മയും അവരുടെ വലിയൊരു വിജയമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ അനീതികൾക്കും മുന്നിൽ നിങ്ങൾ പുലർത്തുന്ന നിശബ്ദതയെ നിങ്ങളുടെ ഭയമായി മാത്രം കരുതി അവർ വീണ്ടും നിങ്ങളെ മാനസികമായി തളർത്താൻ നോക്കും. ഈ സങ്കടകരമായ മാനസിക ചൂഷണങ്ങളൊന്നും തന്നെ അകലെയുള്ള ഏതോ ലോകത്ത് നടക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നിങ്ങൾ ജീവനതുല്യം സ്നേഹിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും ഈ വലിയ സത്യം വളരെ വ്യക്തമായി നടക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് മനസ്സ് തുറന്ന് ഒന്നിച്ച് കണ്ണോടിച്ചു നോക്കാം. നമ്മെ ഏറ്റവും ആഴത്തിൽ വേദനിപ്പിക്കുന്ന ചതികളും ചൂഷണങ്ങളും ഒരിക്കലും അപരിചിതരുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടാകുന്നത്, മറിച്ച് നാം പ്രാണനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന സ്വന്തം കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്നും നമ്മൾ രാപ്പകലില്ലാതെ വിയർപ്പൊഴുക്കുന്ന ജോലിസ്ഥലങ്ങളിൽ നിന്നുമാണ്. സ്നേഹത്തിൻ്റെയും ആത്മബന്ധങ്ങളുടെയും മറവിലാണ് പലപ്പോഴും നമ്മുടെ ആത്മാവും അധ്വാനവും നിശബ്ദമായി കവർന്നെടുക്കപ്പെടുന്നത്. കുടുംബത്തിനു വേണ്ടി സ്വന്തം സന്തോഷങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് എല്ലാവരുടെയും ബാധ്യതകളും പ്രയാസങ്ങളും ഒറ്റയ്ക്ക് തോളിലേറ്റുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെയായിരിക്കും അത്. എല്ലാവരുടെയും കടങ്ങൾ വീട്ടി അവരുടെ എല്ലാ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നിങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ, മനസ്സ് തകർന്ന് അവരുടെ മുന്നിൽ സഹായത്തിനായി ചെല്ലുമ്പോൾ അവർ വളരെ നിഷ്കരുണം മുഖം തിരിച്ചുകളയും. ആ നിമിഷത്തിലാണ് നിങ്ങളെ അവർ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല എന്നും നിങ്ങളുടെ പണത്തെയും സേവനങ്ങളെയും മാത്രമാണ് അവർ സ്നേഹിച്ചിരുന്നത് എന്നും നിങ്ങൾ ആഴത്തിൽ തിരിച്ചറിയുന്നത്. സ്നേഹത്തിന്റെ വ്യാജ മുഖംമൂടിയണിഞ്ഞ് എത്തുന്ന ഇത്തരം വൈകാരിക ചൂഷണങ്ങൾ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെയാണ് പാടെ തകർത്തു കളയുന്നത്. നമ്മുടെ സൗഹൃദ വട്ടങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഇതിലും വലിയ കൗശലങ്ങൾ കാണാം. സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം നിങ്ങളെ ഓർത്തെടുക്കുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകും. മണിക്കൂറുകളോളം അവരുടെ കണ്ണീരും തീരാത്ത പരാതികളും സഹാനുഭൂതിയോടെ കേട്ടിരിക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിലൊരു വലിയ പ്രയാസം വരുമ്പോൾ അത് കേൾക്കാൻ പോയിട്ടൊന്ന് തിരിച്ചു ചോദിക്കാൻ പോലും അവർക്ക് സമയമുണ്ടാകില്ല. നിങ്ങളുടെ കൊച്ചുകൊച്ച സന്തോഷങ്ങളിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ അവർ കൂടെയുണ്ടാകില്ല. പകരം ഉള്ളിൽ അസൂയയും വിദ്വേഷവും കൊണ്ടു നടക്കുകയായിരിക്കും അവർ. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന നല്ലവനായൊരു ജീവനക്കാരന് എപ്പോഴും അധിക ജോലിഭാരമായിരിക്കും സമ്മാനമായി ലഭിക്കുന്നത്. തന്ത്രശാലികളായ മറ്റുള്ളവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറുമ്പോൾ സ്ഥാപനത്തിന്റെ മുഴുവൻ ഭാരവും ഈ പാവം മനുഷ്യന്റെ തലയിലാകും. അവസാനം സ്ഥാനക്കയറ്റവും വലിയ അംഗീകാരങ്ങളും ആ തന്ത്രശാലികൾ തട്ടിയെടുക്കുമ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടാൻ മാത്രം ഈ നല്ല മനുഷ്യർ ഇരുണ്ട പിന്നാമ്പുറങ്ങളിൽ വിധിക്കപ്പെടുന്നു. തീർച്ചയായും ഇത്തരം വേദനാജനകമായ അവസ്ഥയ്ക്ക് കാരണക്കാർ ആ സ്വാർത്ഥരായ മനുഷ്യർ മാത്രവുമല്ല. അതിൽ വലിയൊരു പങ്ക് നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾക്കും നിഷേധാത്മകമായ നിലപാടുകൾക്കുമുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തിവെക്കുന്ന ആ വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ആത്മാഭിമാനത്തിന് വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവർ നിങ്ങളെ നിരന്തരം ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഉത്തരവാദിത്തം നിങ്ങളുടെ ഭാഗത്തു തന്നെയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ കടുത്ത ദേഷ്യവും വലിയ പ്രയാസവും തോന്നുമായിരിക്കാം. എങ്കിലും ഇതാണ് എക്കാലത്തെയും മറച്ചുവെക്കാനാവാത്ത കൈപേറിയ സത്യം. മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുന്ന അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് സ്വയം വഴിയൊരുക്കുന്നത്. ഒരു നല്ല മനുഷ്യൻ അറിയാതെ ചെയ്തു പോകുന്ന ഏറ്റവും വലിയ തെറ്റ് വേണ്ട സമയത്ത് ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ മടിക്കുന്നതാണ്. സ്വന്തം കയ്യിലൊന്നുമില്ലെങ്കിൽ പോലും കടം വാങ്ങിയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നു. സ്വന്തം ശരീരത്തിനും മനസ്സിനും വിശ്രമം അത്യാവശ്യമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായി മാത്രം നിങ്ങൾ അധ്വാനിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാകുമോ, ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം മാത്രമാണ് എപ്പോഴും നിങ്ങളെ ഭരിക്കുന്നത്. ആ ഭയമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുക എന്നത് മദ്യപാനം പോലെ തന്നെ അതീവ അപകടകരമായ രണ്ടാമത്തെ തെറ്റാണ്. ഈ ലോകത്ത് എല്ലാവരെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ ആർക്കും ഒരിക്കലും കഴിയില്ല. അതിനായി ശ്രമിക്കുന്ന മനുഷ്യൻ പതുക്കെ പതുക്കെ സ്വയം ഇല്ലാതാവുകയേയുള്ളൂ. ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന ചിന്തയാൽ നിങ്ങൾ സ്വന്തം വ്യക്തിത്വം തന്നെ അവർക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുന്നു. സ്വന്തം അഭിപ്രായങ്ങൾ പോലും തുറന്നു പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നു. മൂന്നാമത്തെ തെറ്റ് ആളുകളുടെ ക്രൂരവും നിരുത്തരവാദപരവുമായ പെരുമാറ്റങ്ങൾക്ക് വീണ്ടും വീണ്ടും മാപ്പ് നൽകുന്നതാണ്.
ക്ഷമിക്കുന്നത് നല്ലൊരു ഗുണമാണ്. എന്നാൽ ഒരേ തെറ്റ് തുടർച്ചയായി ചെയ്യുന്ന വ്യക്തിക്ക് മാപ്പ് നൽകുന്നത് ക്ഷമയല്ല, മറിച്ച് വലിയ വിഡ്ഢിത്തമാണ്. നിങ്ങൾ മാപ്പ് നൽകുന്ന ഓരോ തവണയും നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കാനുള്ള അനുവാദമാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത്. മിണ്ടാതിരുന്നാൽ എല്ലാം ശരിയാകും എന്ന് കരുതുന്നത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങളുടെ ആ നിശബ്ദതയെ അവർ അജ്ഞതയായോ ഭീരുത്വമായോ മാത്രമേ കാണുകയുള്ളൂ. സ്വന്തം മൂല്യവും വിലയും തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ദാഹിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിയേ തീരൂ. ഈ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിരയായി മാത്രം ജീവിക്കേണ്ടി വരും. ഇതിൽ നിന്നെല്ലാം എങ്ങനെ കരകയറാം എന്നതിലാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായ വിവേകത്തിന്റെ പ്രസക്തി വരുന്നത്. ജീവിതത്തിലേക്ക് ആരെയൊക്കെ അടുപ്പിക്കണമെന്നും എത്രത്തോളം പ്രവേശനം നൽകണമെന്നും തീർച്ചയായും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിർത്തികൾ ശക്തമായി കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഒരു രാജ്യമെന്നും സുരക്ഷിതമായി നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനും ജീവിതത്തിനും തികച്ചും വ്യക്തമായ അതിർവരമ്പുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അനുവാദമില്ലാതെ ആ അതിരുകൾ കടന്നുവരാൻ ഒരാളെയും ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. ഇതിനായി ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറ്റില്ല എന്ന വാക്ക് തികഞ്ഞ വ്യക്തതയോടെ പറയാൻ ശീലിക്കുക എന്നതാണ്. മനസ്സ് തകരുന്ന യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ തികച്ചും സമാധാനത്തോടെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകി നിങ്ങളുടെ ആത്മാഭിമാനത്തെ ആരോടും താഴ്ത്തിക്കെട്ടേണ്ടതില്ല. എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വന്നേക്കാം, മറ്റു ചിലർ നിങ്ങളിൽ നിന്നും അകന്നുപോയേക്കാം. അങ്ങനെ അകലുന്നവർ പോവട്ടെ, കാരണം അവർ സ്നേഹിച്ചിരുന്നത് നിങ്ങളുടെ മനസ്സിനെയല്ല, അവരുടെ സൗകര്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗപ്പെട്ടിരുന്നു എന്ന ആ കൈപ്പേറിയ സത്യത്തെ മാത്രമാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ സ്വന്തം പ്രയാസങ്ങളല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കരുണയും സഹതാപവും മനസ്സിൽ വേണം, എന്നാൽ അത് നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വളരരുത്. മറ്റു മനുഷ്യർ വരുത്തിവെക്കുന്ന അബദ്ധങ്ങളുടെ ദുരന്തഫലങ്ങൾ അവർ തന്നെ അനുഭവിച്ചറിയട്ടെ. അത് താങ്ങാൻ നിങ്ങളുടെ തോളുകൾ നൽകേണ്ടതില്ല. അവർക്കിപ്പോൾ ആവശ്യമുള്ളത് നിങ്ങളുടെ സഹായമല്ല, മറിച്ച് ജീവിതത്തിലെ വലിയൊരു പാഠമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സമയത്തിനും അതുപോലെ നിങ്ങളുടെ ഊർജത്തിനും വലിയൊരു വിലയുണ്ട്. നിങ്ങളുടെ സമയം സൗജന്യമായി എല്ലാവരുടെയും മുന്നിൽ നീട്ടിവെക്കരുത്. എല്ലാവർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒന്നാണ് നിങ്ങളെന്ന് തോന്നിയാൽ നിങ്ങളുടെ മൂല്യം അവിടെ പൂർണ്ണമായും ഇല്ലാതാകും. ആവശ്യത്തിന് മാത്രം ആളുകൾക്ക് പ്രാപ്യനായൊരു വ്യക്തിയായി നിങ്ങൾ മാറണം. സ്വന്തം മനസമാധാനത്തേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. എന്നാൽ ഇതുപോലെ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ സ്നേഹമില്ലാത്ത ക്രൂരനായ ഒരു മനുഷ്യനായി മാറേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. മനസ്സിലെ നന്മയും കരുണയും നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യരുടെ ചതികളെയും ചൂഷണങ്ങളെയും എങ്ങനെ ധൈര്യത്തോടെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. നന്മയുള്ള മനസ്സോടെ ജീവിക്കുക എന്നാൽ ഒരിക്കലും ഈ ലോകത്തിന് മുന്നിൽ ഒരു വിഡ്ഢിയായി മാറുക എന്നല്ല അർത്ഥമാക്കുന്നത്. സിംഹത്തിന്റെ ധൈര്യവും പാമ്പിന്റെ ബുദ്ധിയും ഒരേപോലെ വേണ്ടുന്ന ഒരു കഠിനമായ ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നിങ്ങളുടെ നല്ല മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കിരീടം. എന്നാൽ ആ കിരീടം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കയ്യിൽ കരുണയുടെ ഒരു വാളുകൂടി നിങ്ങൾ കരുതേണ്ടതുണ്ട്. മനുഷ്യരുടെ പെരുമാറ്റങ്ങളിലെ ചതിവഴികൾ തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ തന്നെ സ്വന്തമായി വളർത്തിയെടുക്കണം. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ അവരുടെ മനോഹരമായ വാഗ്ദാനങ്ങളെയല്ല, മറിച്ച് അവരുടെ പ്രവൃത്തികളെ മാത്രമാണ് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത്. അവർ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇന്ന് മറ്റുള്ളവരെ നിസ്സാരമായി ചതിക്കുന്ന ഒരാൾ നാളെ നിങ്ങളെയും ചതിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്വന്തം സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രം നിങ്ങളെ തേടിയെത്തുന്നവരെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് കൃത്യമായ അകലം പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മനുഷ്യരുടെ വൈകാരികമായ നാടകങ്ങളിൽ വീണുപോകാതിരിക്കാൻ എപ്പോഴും അതീവ ശ്രദ്ധ വേണം. കണ്ണീർ കഥകൾക്കും കുറ്റബോധം സൃഷ്ടിക്കുന്ന വാക്കുകൾക്കും മുന്നിൽ വികാരഭരിതരാകാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങളുടെ സഹായം അവർക്ക് അർഹതപ്പെട്ടതാണോ അതോ അവർ നിങ്ങളെ സ്വന്തം ആവശ്യങ്ങൾക്കായി ചൂഷണം ചെയ്യുകയാണോ എന്ന് കൃത്യമായി വിശകലനം ചെയ്യുക. നന്മ അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ഹസ്തം നീട്ടുക. നിങ്ങളുടെ ബലഹീനതകളും അതീവ രഹസ്യങ്ങളും ഒരിക്കലും എല്ലാവരുടെയും മുന്നിൽ തുറന്നുവെക്കരുത്. നിങ്ങളുടെ ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് പിൽക്കാലത്ത് അത് നിങ്ങൾക്കെതിരെ ആയുധമാക്കുന്നത്. എല്ലാവരോടും പുഞ്ചിരിയോടെ ചിരിച്ച് സംസാരിക്കാം, എന്നാൽ നിങ്ങളുടെ ആന്തരിക ലോകത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനം നൽകരുത്. ചില സമയങ്ങളിൽ തന്ത്രപരമായ മൗനം പാലിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആയുധമായി മാറും. നിങ്ങളുടെ നന്മയെ ഒരു ദൗർബല്യമല്ല, മറിച്ച് വലിയൊരു ശക്തിയാക്കി മാറ്റേണ്ട സമയം ഇതിനകം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ള ജീവിതത്തിൽ കൃത്യമായ അതിരുകൾ നിശ്ചയിച്ച് സ്വന്തം ആത്മാഭിമാനത്തോടെ മുന്നോട്ടു പോവുകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട അന്തിമമായ നിലപാട്.
ഈ ലോകം നമ്മളിലെ നല്ല മനസ്സിനെ വിലമതിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളോട് തന്നെ ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട്. സ്വയം തിരിച്ചറിയാത്ത ഒന്നിനെയും ഈ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. മറ്റുള്ളവരുടെ ചെറിയ അഭിനന്ദനങ്ങൾക്കോ വാത്സല്യങ്ങൾക്കോ വേണ്ടി മാത്രം കാത്തുനിൽക്കുന്ന ആ ശീലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ സ്വന്തം സന്തോഷത്തിന്റെ താക്കോൽ ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കരുത്. ഇന്ന് തന്നെ ഉറച്ച ഒരു തീരുമാനമെടുക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം സ്വന്തം മനസ്സമാധാനം കളയുന്ന ആ രീതി ഇനി ആവർത്തിക്കില്ല എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുക. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് അതിരുകളില്ലാത്ത സ്നേഹം തിരിച്ചു നൽകാം. എന്നാൽ നമ്മുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നവരുടെ മുന്നിൽ ഒരു ഇരുമ്പുമതിൽ തന്നെ തീർക്കണം. ക്ഷമിക്കുന്നത് ഒരു ഗുണമാണെങ്കിലും പഴയ അനുഭവങ്ങൾ എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. നമ്മളെ വീണ്ടും വേദനിപ്പിക്കാൻ ഒരാൾക്കും നമ്മൾ രണ്ടാമതൊരവസരം കൊടുക്കരുത്. കരുണയും ബുദ്ധിയും എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. തിരിച്ചറിവില്ലാത്ത കരുണ വലിയൊരു വീഴ്ചയായി മാറും. എന്നാൽ കരുണയില്ലാത്ത ബുദ്ധി ക്രൂരത മാത്രമായി ഒതുങ്ങും. നമ്മളുടെ നല്ല മനസ്സ് ഒരു അപൂർവ രത്നം പോലെ വളരെ വിലയേറിയതാണ്. അത് വഴിയരികിൽ കിടക്കുന്ന സാധാരണ കല്ലുകൾ പോലെ ആർക്കുമൊന്നും എറിഞ്ഞുകൊടുക്കരുത്. ആ രത്നം അർഹതയുള്ള മനുഷ്യർക്ക് മാത്രം നൽകുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വയം മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും നമ്മൾ തടഞ്ഞു നിർത്താൻ നോക്കരുത്. നമ്മുടെ മനസ്സിന്റെ ആഴം അറിയാൻ കഴിയാത്തവർ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ലത്. നമ്മുടെ ചുറ്റും നല്ല മനുഷ്യരുടെ വളരെ ചെറിയ ഒരു വലയം മാത്രം മതി. നമ്മളെ വിശ്വസിക്കുന്ന, നമ്മുടെ അതിരുകളെ ബഹുമാനിക്കുന്ന ആത്മാർത്ഥതയുള്ള ആളുകൾ മാത്രം ആ വട്ടത്തിനകത്തുണ്ടായാൽ മതി. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിച്ചു തീർക്കാനല്ല. അവരുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുന്ന ഒരടിമയാകാൻ നമുക്ക് സാധിക്കില്ല. സ്വന്തം ജീവിതത്തിന്റെ രാജാവായി തലയുയർത്തി ജീവിക്കാനാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യത്തിനും ഉറപ്പായി ഇല്ല എന്ന് തന്നെ പറയാൻ നമ്മൾ പഠിക്കണം. സ്വന്തം മനസ്സമാധാനത്തിന് എപ്പോഴും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുക. നമ്മുടെ നല്ല മനസ്സ് ഒരിക്കലും നമ്മുടെ ശാപമല്ല. അത് വിവേകത്തോടെ ഉപയോഗിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായി അത് മാറും.